സമയം 8:48. 12:627 മണിക്കൂർ. സമയം 6:47. ഡേറ്റ് 31 മാർച്ച്. കഴിഞ്ഞ ദിവസം രാത്രി മംഗളക്ക് കയറിയിട്ട് ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഇവിടെ ഗോവയിലെത്തി. ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഒന്ന് ഗോവ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിലുള്ളത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് ഒരു 11 മണിക്ക് മുംബൈക്ക് ട്രെയിനുണ്ട്. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇതാണ് ഗോവയിലത്തെ ബസ്. ഡൽഹിക്ക് പോകണമെന്ന് കരുതി മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചക്ക് 12:30 മണിക്കാണ് ടിക്കറ്റ് കിട്ടിയത്, അതും ഗോവക്ക്. അപ്പോൾ ഗോവക്ക് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വന്നിപ്പോൾ ഗോവ എത്തി. ഗോവ ബോയ്സ് ആദ്യമായിട്ട് ഗോവ കാണുന്നതിൻ്റെ പൊലിവിൽ. ഇനി അതാണ് ഇത് KSRTC. എന്ന് ഗോവയിൽ KSRTC. ഡൽഹിക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഗോവക്ക് കിട്ടി. മംഗളയിൽ ഗോവക്ക് എടുത്ത്. പിന്നെ ഗോവയിട്ട് നോക്കുമ്പോൾ ഗോവയും ഡൽഹിക്ക് ഡയറക്റ്റ് ഇല്ല. അങ്ങനെ മുംബൈയിലേക്ക് എടുത്ത് വസൈ റോഡിലേക്ക് ടിക്കറ്റ് കിട്ടി. പൻവേലിന് അപ്പുറത്തെ സ്റ്റോപ്പ്. അപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് തീരുമാനിക്കണം ഇനി അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകുന്നുള്ള. അപ്പോൾ എന്തും ഒരു അന്തം കൊന്തം ഇല്ലാതെ ഇറങ്ങിയ യാത്രയാണ്. നല്ല ചെമ്പിച്ച് എന്താ അതിൻ്റെ കളർ, ആ ഒരു മഞ്ഞ കളറിൽ നിൽക്കുന്ന ആകാശം. ഫോട്ടോഗ്രാഫർമാർ വന്നിട്ടുണ്ട്. നല്ല കാര്യമായ സൂര്യോദയം. നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്നത് ഗോവ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്ത ഫോട്ടോ രണ്ടാൾ കമ്പയർ ചെയ്യുന്നുണ്ട്. കമോൺ വരട്ടെ. ഈ നല്ല രസമുണ്ട് കേട്ടോ. കോൾവ ബീച്ചിലേക്കൊന്ന് പോയി വരാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ബസ്സിന് വെയിറ്റ് ആക്കുകയാണ്. ബസ്സും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഒരു കാമണിക്കൂറേ വെയിറ്റ് ചെയ്യുന്ന ബസ് ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് അവിടെ പാലത്തിനിടയിൽ വെയിറ്റ് ചെയ്യാണ്. എപ്പോൾ വരുമെന്നറിയില്ല. ഇരുന്ന് മടുത്തപ്പോൾ നിന്ന്. ഇപ്പോൾ ആൾ നല്ല രസമുണ്ട്, നല്ല അടിപൊളി ഷേപ്പിൽ. ബീച്ചിലേക്ക് ബസ് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് വരുന്നില്ല. കുറച്ച് നടക്കാന്നേരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു പ്രതിമ നോക്കിയാൽ, ഒരു വെറൈറ്റി പ്രതിമ. ഇതൊക്കെ കഴിഞ്ഞതാ. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കോ. ഇവിടെ എന്തൊരു പുഴയുണ്ട്. അതിനെ പ്രത്യേകിച്ച് താർപ്പായൊക്കെ കെട്ടിയിട്ട് പിന്നെ വെള്ളം ഇവിടെ പ്രത്യേകം നിർത്തിയിട്ട് ഇതിലിങ്ങനെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുള്ളത്. നല്ല രസമല്ലേ? നമ്മുടെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. അതുകൂടാതെ ഇവിടെ ഫുൾ അങ്ങോട്ട് വയലും മറ്റൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, അത് ഹൈവേ ആണ്. ഇപ്പോൾ കാണിച്ച പാലം അവിടെയാണ്. ഇവിടെ നോക്കിയാൽ നല്ല നല്ല അടിപൊളി വ്യൂ ആണ്. ഫുള്ള് വയൽ. ഇത് കൃഷിയൊന്നുമില്ലാന്ന് തോന്നുന്നു, ഇങ്ങനെ വെറുതെ ഇട്ട ഇതാണ്. അറിയില്ല കേട്ടോ ഉണ്ടാവോ എന്താണോ എന്തെങ്കിലും ആട്ട്. നോക്കിയാൽ ഇവിടെ ഇരിപ്പിടങ്ങൾ കണ്ട, ഈ ഒരു ഇതിനോട് മുട്ടിയിട്ട് കുറേ ഇരിപ്പിടങ്ങൾ വെച്ചിട്ട്. നല്ല ഫ്രഷ് മണം, നല്ല രസമുണ്ട്. ഇവിടെ ഒരു കരിക്ക് ജ്യൂസ് ഉണ്ട്. സൗത്ത് ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം. അവിടെ പേര് നോക്കുക, നാനോ എന്ത് മർഗാവ് ക്രിക്കറ്റ് ക്ലബ്ബ്. നാനോ എന്ത് പേരായിരിക്കും അത്? അവിടെ കുറേ ആൾക്കാർ പിച്ച് വർക്കൊക്കെ നടത്തുന്നുണ്ട്. കളിയുണ്ടെന്ന് തോന്നുന്നു. പിച്ച് വർക്ക് നടത്തുന്നുണ്ട്. പിന്നെ കുറേ നായ്ക്കൾ ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ പിച്ച് വർക്ക് എടുക്കുന്നുണ്ട്. മെയിൻ ഏരിയയിൽ വന്നിട്ടുണ്ട്. എന്ത് രാജേഷ് ചോഡ്ജെ പവലിയനാ എന്തെങ്കിലുമൊക്കെ ആട്ടെ. അവിടെ സ്കോർ ബോർഡ്. അവിടെ കുറേ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ മറ്റേതൊക്കെ ഇരിക്കാനുള്ള അങ്ങനെ കുറച്ച് ഏരിയയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ വിശാലമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത്. ഇപ്പോഴാണ് കണ്ടത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റേഡിയം, ഹോം ഓഫ് മർഗാവ് ക്രിക്കറ്റ് ക്ലബ്, MCC ക്രിക്കറ്റ് അക്കാഡമി. പിന്നെ എന്നിവിടെ കളി നടക്കാനുണ്ട്. ഇന്ന് തന്നെ കളി മാർച്ച് 28 കഴിഞ്ഞ കളി കഴിഞ്ഞു. കഴിഞ്ഞ കളീൻ്റെ പോസ്റ്റർ അവിടെ ഉള്ളത്. ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. മെയിൻ എൻട്രൻസ് അതായത് ഇവിടെയാണ്. ഇതിൽ 3 മണിക്കൂടെ മടക്കാവ് എത്തിയതാണ്. അപ്പം പിന്നെ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങണം. അടുത്ത ട്രെയിൻ 11 മണിക്കല്ല. അപ്പോൾ ഇവിടെ ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ കൊണ്ടുവച്ച്. ഇവിടുത്തെ റേറ്റ് എങ്ങനെ വെച്ചാൽ 24 മണിക്കൂറിന് 35 രൂപ. ഞങ്ങൾ ചാവിയില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ
അങ്ങോട്ട് പിന്നെ ടാഗൊക്കെ ഉണ്ട്, അതൊക്കെ കെട്ടിയിട്ട് അതിന് എക്സ്ട്രാ എന്താക്കി ചാവി ഇല്ലാത്തതുകൊണ്ട് എന്തോ ഓവർ സേഫ്റ്റി എന്തോ പറഞ്ഞിട്ട് ഒരാൾക്ക് 54 രൂപ. ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഭയങ്കര ഉപകാരമുണ്ട് സംഭവം. യെസ്, എൻ്റെ ബാഗുണ്ട്. യെസ്, താങ്ക് യു. സമയം 11:20. 11:20. എൻ്റെ വാച്ച് ഒരു എൻ്റെ ബാക്കിലാണ്. 11:20 ട്രെയിന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട്. ഇനി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് പൻവേൽ വാസേ റോഡാണ്. ഇനി അവിടെ എത്തുക വൈകുന്നേരം ഒരു 7 മണിക്കാണ്. ഇവിടെ ട്രെയിന് അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് ഇനി അങ്ങോട്ട് എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും വഴികളുണ്ടാവും. ബൈ ബൈ ഗോവ. ഇപ്പോഴും കാണാറുണ്ട് ഒരേ സൈഡിലേക്ക് 2 ട്രെയിൻ ഓടുന്നുണ്ട്. എന്താ, ഒരേ സൈഡിലേക്ക് 2 ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്പീഡില്ല, വണ്ടി സ്റ്റോപ്പ് ആകാൻ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്തോന്ന് അതിൻ്റെ ഉള്ളിൽ ഭജനയാ? ഭജന. ആൾക്കാർ നോക്കി തിങ്ങി നിറഞ്ഞിട്ട്. മത്സരിച്ചോട്ടം കിട്ടിയിട്ടില്ല, നോർമലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് അടുത്ത ഫ്രണ്ടിൽ വേറെ ട്രെയിന്. ഞാനിപ്പോൾ ഉള്ളത് പൻവേൽ കഴിഞ്ഞ് വാസേ റോഡ് എന്ന സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസമാണ്. ഇവിടെ ഞങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ആൾക്കാരും ഫാമിലിയും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ക്ലീൻ ഉണ്ട് കേട്ടോ. 2 ദിവസമായെങ്കിലും നോക്കിയാൽ വാഷ് ബേസിനിലൊക്കെ ക്ലീനാണ്, ബാത്റൂം ക്ലീനാണ്. പിന്നെ അപ്പുറത്തന്നെ പാൻട്രിക്കാരായതുകൊണ്ട് ഞങ്ങൾ എത്തിയിരുന്നു ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അത്യാവശ്യം ഫുഡ് കിട്ടും, പക്ഷേ ചായക്കാണ് ബുദ്ധിമുട്ട്. ബാത്റൂമും നല്ല ക്ലീനുണ്ട്. 2 ദിവസമായ ട്രെയിനായിരുന്നു. ഇതിൻ്റെ ബാത്റൂമിനൊക്കെ നോക്കിയാൽ നല്ല ക്ലീനാണ്. ഇത് ഇപ്പോൾ ഞങ്ങളുള്ളത് ട്രെയിന് ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ്സാണ്. നല്ല അടിപൊളി ട്രെയിനാണ്. ട്രെയിനിൽ സംഭവിച്ച കുറേ കോമഡികളുണ്ട്. അതുകൂടാതെ ട്രെയിനിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ട് റൂമിലെത്തിയിട്ട് വിശദമായിട്ട് പറയാം. ടിക്കറ്റ് കിട്ടിയ കാര്യങ്ങളും പിന്നെ ട്രെയിനിൽ സംഭവിച്ച കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. സംഭവബഹുലമായ രാത്രിയും സംഭവബഹുലമായ രാവിലെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇവിടെയൊക്കെ നല്ല ക്ലീൻ. പക്ഷേ ഇവിടെ വേണ്ട ഈ പാൻട്രിക്കാർക്ക് തുപ്പിക്കാൻ സഹിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ പാൻട്രിക്കാരിലുള്ള ആൾക്കാർ അവരെങ്ങനെ ചെയ്യുന്നതായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലൊക്കെ ഫുള്ള് ക്ലീനാണ്. വേറെ അവിടെ തുപ്പിയിട്ട് കാണുന്നില്ല. ആ ഒരു ഏരിയ മാത്രം തുപ്പിയിട്ട് കാണുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ ട്രെയിൻ കണ്ടിട്ടേ ഇല്ല. നല്ല വൃത്തിയുള്ള ട്രെയിന്. പുറത്ത് സമയം 10:30 മണി. നല്ല കത്തിച്ചൊലിക്കുന്ന നല്ല ചൂടുണ്ട്. ഇന്നലെ ഉച്ചക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന ചൂടായിരുന്നു. രാത്രിയാകുമ്പോൾ ചൂട് മാറി തണുപ്പിലേക്ക് തണുത്ത് ഉറക്കായിരുന്നു രാത്രി. നല്ല ചൂടായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല പൊരി വെയിലാണെങ്കിൽ ചായ കുടിക്കൂലേ? അതാരെ വേസ്റ്റ് ഇട്ടേ ഈ കള്ളപ്പൊട വീഡിയോ എടുക്കുമ്പോൾ തന്നെ കറക്റ്റ് വേസ്റ്റ് ഇട്ട് വേണ്ട പറയിപ്പിക്കാൻ വേണ്ടി. നമ്മളൊക്കെ പൊരി വെയിലുണ്ടാകുമ്പോൾ ചായ കുടിക്കുമല്ലോ. ഇവിടെ ചായ കിട്ടാറില്ല. 8 മണിയാകുമ്പോൾ ചായയൊക്കെ സ്റ്റോപ്പായി. പിന്നെ പാൻട്രിക്കാരിലേക്ക് പോയപ്പോഴും അവർ പറഞ്ഞത് ചായ ഉണ്ടാക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ഗ്ലാസ് ചായ കിട്ടിയത്. സാധനമാണെന്നുണ്ടെങ്കിൽ അവിടെ പാൻട്രിക്കാരിൽ പോയിട്ട് വാങ്ങട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് പോക്കി പാൻട്രിക്കാർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ പാൻട്രിക്കാറിൻ്റെ അപ്പുറത്ത് തന്നെ TTR പോലീസൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം RPFൻ്റെ പോലീസുകാരും RPFും പിന്നെ TTRമാരും കണ്ടിന്യൂ ഇതിൽ പാസ്സായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചോറയും ഇവിടെ ഇല്ല. രാത്രിയൊക്കെ ചെറുതായിട്ട് വലിക്കുന്ന ടീമൊക്കെ വന്നിരുന്നു. ജസ്റ്റ് വലിച്ചിട്ട് അപ്പോൾ തന്നെ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് റെയിൽ വൺ ആപ്പിനെ കുറിച്ച് ഭയങ്കര പരസ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ UTS ഓണാക്കി നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഇന്ന് വരെ, അഥവാ ഏപ്രിൽ 1-ന് UTS ആപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇതായിരിക്കും ഒഫീഷ്യലായിട്ടുള്ള ആപ്പ്. ടിക്കറ്റ് എടുക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള ഇതിൽ ജനറൽ ടിക്കറ്റും എടുക്കാം, പിന്നെ റിസർവ് ടിക്കറ്റ് എടുക്കുക, അങ്ങനത്തെ എല്ലാ സൗകര്യമുണ്ട്. UTS ആകുമ്പോൾ റിസർവ്ഡ് മാത്രം. പിന്നെ IRCTC എടുത്തിട്ടാണ് റിസർവ്ഡ് എടുക്കുന്നുണ്ടായത്. ഇപ്പോൾ ഇതിൽ എല്ലാം ഓൾ ഇൻ വണ്ണോ അങ്ങനത്തെ ഉള്ളതിൽ പരസ്യമുള്ളതാണ്. ഓൾ ഇൻ വൺ അതാണ് ഇതിൻ്റെ പരസ്യമുള്ളത്. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം കേട്ടോ റെയിൽ വൺ. എന്നാലും IRCTC ഞാൻ കളയില്ല. ഞാൻ കുറേ കാലമായിട്ട് എടുക്കുന്നൊരു ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. സ്റ്റോപ്പൊക്കെ രാവിലെ 8 മണിക്ക് കോട്ട ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി 2 മണിക്ക്
നിസാമുദ്ദീൻ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ്. ഏതാ സ്റ്റേഷൻ? ഇത് ഗംഗാപൂർ സിറ്റി. ഇത് ഗംഗാപൂർ സിറ്റിയാണ്. നല്ല വരണ്ട പ്രദേശമായതുകൊണ്ടല്ലേ വെയിലടിക്കുമ്പോൾ ഒരു വരണ്ട എന്താ പറയുക ഒരു ചൂട് മുഖത്ത് നല്ലോണം അടിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ നോക്കിക്കോ, ഒരു വാഗൺ വ്യത്യസ്തമായ കളറുകൾ. ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ട് ആൾക്കാർ വരുന്നു. എന്നിട്ട് നമുക്ക് ക്ലീൻ ആക്കുന്ന നല്ല സംഭവമാണ്. പക്ഷെ അത് അവർ നേരെ താഴോട്ട് ഇടുന്നു. അടിപൊളിയല്ലേ? അതാ ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്. അതങ്ങനെ താഴോട്ട് ഇടുന്നു. ഇതൊരു ക്യാഷ് അമൗണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലീൻ ആവണം. എന്തെങ്കിലും ചെറിയൊരു അമൗണ്ട് ഇവർക്ക് കൊടുക്കും. അപ്പോൾ റെയിൽവേൻ്റെ ജീവനക്കാരോ ബിഗ് ക്വസ്റ്റ്യൻ. അവരെല്ലാം ചോദിച്ചത് റെയിൽവേൻ്റെ ക്ലീനിങ് ജീവനക്കാരോ ആ ക്വസ്റ്റ്യൻ ചെയ്യും. ആ ക്വസ്റ്റ്യനോട് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് കിടക്കും. ഇയാളെന്തായാലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല ചോദിക്കാൻ. അപ്പുറം നിന്ന് ആളുകൾ കുറച്ച് വെള്ളവും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചില ആൾ ചെറിയ ക്യാഷ് എന്തെങ്കിലും കൊടുക്കും, ചില ആൾക്കാർ കുടിക്കാനൊക്കെ എന്തെങ്കിലും കൊടുക്കും. എല്ലാവർക്കും ജീവിക്കണമല്ലോ. നന്മയുള്ള ലോകമേ. ഇനിയോട്ട് 4 മണിക്കൂർ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്നത്. പക്ഷേ ഇല്ല, എല്ലാ ബോഗിയും പക്ക ക്ലീനാണ് കേട്ടോ. ബാത്റൂം, വാഷ് ബേസിൻ അടക്കം നല്ല ക്ലീനാണ്. സ്ലീപ്പറിലൊന്നും അങ്ങനെ കൂടുതൽ ആൾക്കാരോ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ആൾക്കാരൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നില്ല വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ആൾക്കാർ. പിന്നെ ഞങ്ങളും ആ കാറ്റഗറി ഉള്ളതാണെന്നുള്ളത് വേറെ കഥ. എല്ലാവരും കറക്റ്റാണ്. ജനറലും അത്യാവശ്യം ക്ലീനാണ്. വലിയ ഹെവി തിരക്കൊന്നുമില്ല കേട്ടോ. നോർമൽ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടൊക്കെ യാത്ര ചെയ്യുന്നുള്ളത്. ഇതും ജനറൽ ബോഗിയും ക്ലീനാണ്, മൊത്തത്തിൽ ക്ലീനാണ്. ഗോവ സമ്പർക്രാന്തി സമയത്തിന് മുതലാട്ടോ. അടിപൊളി ട്രെയിനും സ്റ്റോപ്പ് കുറവും എല്ലായിട്ടും വാഷ് ബേസിൻ നോക്ക്. ജനറലിൻ്റെ വാഷ് ബേസിന് അത് 2 ദിവസമായിട്ട് ഓടുന്നത്. ക്ലീൻ. സോറി, ഐ ആം സോറി. വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു. ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്നില്ല കേട്ടോ. ടൈം പാസ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനാട്ടോ. ഇവനില്ല, ചന്തി വെക്കാനൊരു സ്ഥലം കിട്ടിയാൽ മതി, അപ്പം ഉറങ്ങും. ഒരു മിനിറ്റ് വേണ്ട. ഞങ്ങളിങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ഇങ്ങനെ കുറച്ച് റൗണ്ട് ഇട്ട് വന്ന് ജനറലിലേക്കൊക്കെ പോയി വന്ന് ഇത് അവിടുത്തെ കയറിത മുകളിലൊന്നും ഇരുന്നതേ ഉള്ളൂ. 1 മിനിറ്റ് അന്നേരം കോൾമ സെക്കൻഡ് ഇറങ്ങി. അതൊരു ഭാഗ്യമാട്ടോ അവർക്ക്. മുസമിൽ അസ്സലാമു അലൈക്കും. എന്താ ബെന്താ ഉറങ്ങിയിട്ട് ബെന്താന്ന്. ഓ ആക്ടിങ്. മുസമിലെ ഇനി ബസ്സിൽ 14 മണിക്കൂർ ഇരിക്കാനുണ്ട്. എന്താ പറയുന്നത്? എന്റെ അഭിപ്രായം എന്താ? 14 മണിക്കൂർ ബസ് യാത്ര. നീ 2 മണി. സൗദിയിലെത്തി. അവിടെ അവരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ കുറെ പട്ടാളക്കാരുണ്ട്. സെയിം വണ്ടിയിൽ പഞ്ചാബിലൊക്കെ പോകുന്ന ആൾക്കാർ. കാര്യങ്ങളൊക്കെ ആയിട്ട് പട്ടാളക്കാരുടെ ഇടയിൽ കടന്നു വരുന്ന ടീം അല്ലേ? പട്ടാളക്കാരുടെ ഇടയിൽ കടന്നു വരുന്ന ടീം അല്ലറാ. നമ്മൾ ഈ ഇതേ വണ്ടിയിൽ പഞ്ചാബിലൊക്കെ എടുത്തിനെങ്കിലേ ഇവർക്ക് കിട്ടേ നല്ല ചില കമ്പനിയാക്കി അറിയാം.